ഒരു കാലത്ത് ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ നേഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിൽ കായിക മേഖല ഇന്ന് ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. വിളവെടുത്ത ശേഷം വളമിടുക എന്ന പരിഹാസവാക്യം അന്വർത്ഥമാക്കും വിധം കായിക താരങ്ങൾക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ധനസഹായങ്ങളും സമയബന്ധിതമായി ലഭിക്കാത്തത് നമ്മുടെ കായിക അടിത്തറയെ തകർക്കുകയാണെന്ന് കായിക ലോകം ആശങ്കപ്പെടുന്നു. കേരളത്തിന്റെ അത്ലറ്റിക്സിന് കരുത്തു പകർന്നിരുന്നത് പ്രധാനമായും സ്പോർട്സ് കൗൺസിൽ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, സ്കൂളുകൾ, സ്വകാര്യ ക്ലബ്ബുകൾ, അക്കാദമികൾ എന്നിവയ്ക്ക് കീഴിലുള്ള ഹോസ്റ്റലുകളിലെ കുട്ടികളായിരുന്നു. എന്നാൽ ഈ ഹോസ്റ്റലുകളുടെ ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണ്. ഒരു കാലത്ത് നിറയെ കുട്ടികൾ ഉണ്ടായിരുന്ന പല സ്പോർട്സ് ഹോസ്റ്റലുകളിലും ഇന്ന് വിരലിൽ എണ്ണാവുന്ന കുട്ടികൾ മാത്രമാണുള്ളത്. സ്വകാര്യ കോളേജുകളിൽ അനുവദിച്ചിരുന്ന കൗൺസിലിന്റെ ഹോസ്റ്റലുകൾ അവസാനിപ്പിച്ചു. സായിയുടെ പല ഹോസ്റ്റലുകളും അടച്ചുപൂട്ടി. ഹോസ്റ്റൽ സെലക്ഷനുകളിൽ അത്ലറ്റിക്സിലേക്ക് വരാൻ കുട്ടികൾക്കും കുട്ടികളെ തിരഞ്ഞെടുക്കാൻ അധികൃതർക്കും താല്പര്യമില്ലാതെയായി. ദേശീയ തലത്തിൽ കേരളത്തിന്റെ കായിക പെരുമയ്ക്ക് ഇടിവ് വന്നതും താരങ്ങൾ മെഡലുകൾ നേടാൻ എളുപ്പമുള്ള മറ്റു കായിക ഇനങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടതുമാണ് അത്ലറ്റിക്സിനോടുള്ള താല്പര്യം കുറയാൻ പ്രധാന കാരണം. അന്തർദേശീയ നിലവാരമുള്ള ഒരു അത്ലറ്റിനെ വാർത്തെടുക്കാൻ വർഷങ്ങളുടെ നിരന്തര പരിശീലനവും ത്യാഗവും ആവശ്യമാണ്. ഒരു സുപ്രഭാതത്തിൽ ഒളിമ്പിക്സിൽ ഓടാൻ ആർക്കും കഴിയില്ല. ചെറുപ്രായം മുതൽ മികച്ച നിലവാരമുള്ള പരിശീലനം, പോഷക സമ്പുഷ്ടമായ ഭക്ഷണം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ കടമകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ കുട്ടികൾക്ക് മറ്റു വഴികൾ തേടേണ്ടി വരുന്നു.